വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ പശ്ചാത്തലത്തിൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ക്രൈസ്തവ നേതാക്കൾ എങ്ങനെ ഒഴിവാക്കപ്പെടുന്നുവെന്ന മുൻ മന്ത്രി കെ.എം. മാണിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഫാദർ വള്ളിക്കാട്ട് തന്റെ പോസ്റ്റിൽ വിവരിച്ചിരിക്കുന്നത്. യു.ഡി.എഫിന്റെ നെടും തൂണുകളിൽ ഒന്നായിരുന്ന കെ.എം. മാണിയെ ബാർക്കോഴ കേസിൽ കുടുക്കി മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിക്കുകയും കെ.എം. മാണിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ജോസ് കെ മാണിയെയും കൂട്ടരെയും മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിനെയും കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഫാദർ വർഗീസ് വള്ളിക്കാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു. കേരളത്തിലെ കോൺഗ്രസും കേരള കോൺഗ്രസും. കേരളത്തിലെ യു.ഡി.എഫ് രാഷ്ട്രീയത്തിൽ കെ.എം. മാണി എന്ന രാഷ്ട്രീയക്കാരൻ വളർത്തിക്കൊണ്ടുവന്ന കർഷകരുടെ രാഷ്ട്രീയം ഓർമ്മയായിട്ട് ഒരു പതിറ്റാണ്ടാകുന്നു. മാണി സാർ യു.ഡി.എഫിന്റെ അകത്തളങ്ങളിൽ വെട്ടിനിരത്തപ്പെടുകയും ബലിയാടാക്കപ്പെടുകയും ചെയ്തിട്ട് ഒരു പതിറ്റാണ്ടാകുമ്പോൾ യു.ഡി.എഫ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കർഷക സൗഹൃദ രാഷ്ട്രീയത്തിന്റെയും 10ാം ചരമവാർഷികം ആരും ശ്രദ്ധിക്കാതെ കടന്നുപോകുന്നു. രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ.എം. മാണി 2015 നവംബർ 10 ബാർക്കോഴ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു. ബാർക്കോഴ അഴിമതി ആരോപണവും കെ.എം. മാണിയുടെ രാജിയും കേരള രാഷ്ട്രീയത്തിലെ ക്രിസ്ത്യൻ നേതൃനിരയുടെ വെട്ടിനിരത്തലിന്റെ ഒന്നാം ഘട്ടമായി വിലയിരുത്തുന്നവരുണ്ട്. ഈ പ്രക്രിയയിൽ അടുത്ത ഇര ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്നും തുടർന്ന് കേരളത്തിലെ ക്രിസ്തുമത നേതാക്കൾ ഒന്നൊന്നായി ആക്രമിക്കപ്പെടുമെന്നും 2015 തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഉള്ളുകള്ളികളിൽ അറിയുന്നവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എറണാകുളം ഭൂമി വിൽപ്പന വിവാദവും ബിഷപ്പ് ഫ്രാങ്കോ വിവാദവും ഇന്നും തീരാത്ത നിരവധി പ്രശ്നങ്ങളും ആ മുന്നറിയിപ്പ് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകളും താക്കീതുകളും നിലനിൽക്കുമ്പോഴും ചരിത്രത്തിന്റെ ഗതിയെ വഴിതിരിച്ചുവിടുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. 2019 മാണി സാറിന്റെ മരണത്തിന് ശേഷം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് വിഭാഗത്തിന് യു.ഡി.എഫിൽ തുടരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതും യു.ഡി.എഫ് അവരെ പുറന്തള്ളിയതും അത്ഭുതത്തോടും തെല്ല് അവിശ്വാസത്തോടുമാണ് കണ്ടിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് യു.ഡി.എഫ് രാഷ്ട്രീയം ക്രൈസ്തവ വിരുദ്ധമായി മുന്നേറുന്നത് പിന്നീട് ഓരോ രാഷ്ട്രീയ നീക്കങ്ങളിലും കൂടുതൽ പ്രകടമായി. ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ അപ്പോഴും ക്രൈസ്തവർക്ക് നേരിയ പ്രതീക്ഷ നൽകിയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെയും ആരോപണ ശരങ്ങളിൽ എഴുതി വീഴ്ത്തി. LDFിന് ഭരണം നൽകിയപ്പോൾ യു.ഡി.എഫിലെ ക്രിസ്ത്യൻ വിരുദ്ധ ലോബിയുടെ നീക്കങ്ങൾ ഫലം കണ്ടു. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് ഐ എന്നാൽ കോൺഗ്രസ് ഇസ്ലാമിസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറി. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് തുടർന്നു വന്ന വർഷങ്ങളിൽ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിയന്ത്രണത്തിലായി. ഇതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുമായി മുസ്ലിം ലീഗിന്റെ അമരത്തേക്ക് വന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഹാഗിയ സോഫിയ വിഷയത്തിലുള്ള ലേഖനം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫിന്റെ രാഷ്ട്രീയം കൂടുതൽ വ്യക്തമാക്കുകയുണ്ടായി. ഒടുവിൽ പാലാ മെത്രാൻ നർക്കോട്ടിക് ജിഹാദിനെ പറ്റി തന്റെ സഭാ സമൂഹത്തിലെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ മെത്രാനെ അറസ്റ്റ് ചെയ്യിക്കാനും അരമന ആക്രമിക്കാനും മുന്നിട്ടിറങ്ങിയ പോപ്പുലർ ഫ്രണ്ടിന് പിന്തുണയുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങി. പിന്നീട് അവലും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തുവെച്ചോളൂ എന്ന മുന്നറിയിപ്പുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തെരുവിലിറങ്ങിയപ്പോഴും തുടർന്നും നിരവധി സംഭവങ്ങളിൽ കോൺഗ്രസ് ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയ്ക്ക് പിന്തുണയുമായി നിന്നെങ്കിലും അത് സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടുന്നതിൽ ക്രൈസ്തവ സമൂഹം ജാഗ്രത കാട്ടി. ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളിൽ കേരളത്തിലെ ഇടതു വലതു പക്ഷങ്ങൾ വഖഫ് സംരക്ഷണ സമിതി എന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങി കേരളത്തിലെ മുനമ്പം ജനതയുടെ കണ്ണീരിന് തെല്ലും വില കൽപ്പിക്കാതെ നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി. തുടർന്ന് നടന്നതെല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ജനപ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാട് കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പുനർനിർണയിക്കുന്നതിൽ വഖഫ് ഭേദഗതിയിലെ LDF-UDF നിലപാട് എന്തു സ്വാധീനം ചെലുത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.